മമ്മൂട്ടിക്ക് ലോട്ടറി 8 മാസത്തിന് ശേഷം വിശ്രമം കഴിഞ്ഞ് മമ്മൂട്ടി തിരികെ എത്തിയത് കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയോട് കൂടിയാണ്. അറിയാം, മമ്മൂട്ടി വില്ലനായി ഇന്നലെ തിയേറ്ററിലെത്തി വില്ലനായി, നമ്മുടെ വിനായകൻ നായകനായി. എന്തായാലും ഈ സിനിമ മമ്മൂട്ടിയുടെയും വിനായകന്റെയും നടനവും ബാക്കിയുള്ള എല്ലാ ടെക്നിക്കൽ ആസ്പെക്റ്റും കൊണ്ടും എല്ലാവരും ഗംഭീരം എന്ന് പറഞ്ഞ സിനിമ. ഇതൊരിക്കലും ഒരു രാജമാണിക്യോ നരസിംഹോ ഒന്നുമല്ല. ഇതൊരു സ്ലോയും അല്ല ഫാസ്റ്റും അല്ല, ഒരു മിഡ് പേസിൽ പോകുന്ന ഒരു സിനിമ. ഒരു പാട്ടുകൾ എന്ന് പറഞ്ഞാൽ പാട്ടുകൾക്കായിട്ടൊരു പാട്ടുകളില്ല, ഭയങ്കര ആക്ഷൻ സീക്വൻസ് ഇല്ല, ഡയലോഗ് ഡെലിവറി ഇല്ല, വൺ ലൈനർ ഇല്ല, അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ലാത്ത ഒരു ത്രില്ലിംഗ് പടം, റിയലിസ്റ്റിക് ത്രില്ലറായിട്ടൊരു സിനിമ. ഈ സിനിമ ആദ്യത്തെ ദിവസം നേടിയ കളക്ഷൻ 15,66,00,000 രൂപ എന്ന് പറയുമ്പം പലരും പറയുന്നുണ്ട് മമ്മൂട്ടിക്ക് വയ്യ, ഒളിക്ക് വയ്യാടെ, ഇനിയൊന്നും പറ്റത്തില്ല. ഇതൊരു സാധാ കൊച്ചുപടം എന്ന് പറയുമ്പോഴും അവിടെയും പറയും മമ്മൂട്ടിയുടെ എല്ലാം കൊച്ചുപടം. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നതിനകത്ത് എടുക്കേണ്ട ആവശ്യം പുള്ളിക്കില്ല. കാരണം മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടി ഇന്റർവ്യൂ പറഞ്ഞാണ്, പലരും കഥ പറയുമ്പോൾ നിർമ്മാതാക്കൾ ആരും എടുക്കാത്ത പടവും ഇദ്ദേഹത്തിന് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമയാണ് മമ്മൂട്ടി കമ്പനിയിലൂടെ ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട. എന്നാലും ചോദിക്കും ആശീർവാദ് വേറൊരു മോഹൻലാലിന്റെ ആണെന്ന്. മോഹൻലാലിന്റെ അല്ല, അന്യപെരുമ്പോരാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ളത്. എന്തായാലും ഒരു ടാക്സ് അടയ്ക്കുമ്പോൾ മോഹൻലാലിന്റെ റെമ്യൂണറേഷൻ സെപ്പറേറ്റും ഇത് സെപ്പറേറ്റും ആയിട്ടാണ്, അത് കൂട്ടത്തില്ല. യഥാർത്ഥത്തിൽ മമ്മൂട്ടി കമ്പനി എന്ന് പറയുമ്പോൾ മമ്മൂട്ടി തന്നെയാണ് അതിന്റെ ഓണറും ഡയറക്ടറും എല്ലാം. മറ്റേത് ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ വ്യത്യസ്തമായ 2 എൻഡൈറ്റി ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. അന്നേരം രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതൊരു 6 കോടി രൂപ കൂടുതലൊന്നും ചിലവൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഈ സിനിമയിലെ ടെക്നിക്കൽ ക്രൂവിനെല്ലാം ഇത്ര കോടി രൂപ, 2-3 കോടി രൂപ എന്ന് വെച്ച് അത്ര ആകത്തില്ലായിരിക്കാം. അസാധാരണ ടെക്നിക്കലായിട്ടുള്ള ആൾക്കാരൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. പിന്നെ വിനായകൻ ഇത്ര രൂപ കൊടുത്ത് കാണും. ബാക്കിയുള്ളവരൊക്കെ സാധാരണപ്പെട്ട ജിബിൻ ഗോപിനാഥും ബാക്കിയുള്ളവരൊക്കെ ഒറ്റ സീനൊക്കെ വന്ന് പോകുന്നവർക്കൊക്കെ എല്ലാം ഒരു 6 കോടി രൂപ കൂടുതലായിട്ടില്ല. OTT അതിൻ്റെ ഒരു ഇരട്ടി കൂടുതൽ കൃത്യമായിട്ട് 15-16 കോടി തന്നെ OTT തന്നെ കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. കിട്ടിയും കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. കിട്ടി, അതിനുശേഷമാണ് ഈ പടം റിലീസ് ചെയ്യുന്നത്. ഈ പടം ആദ്യത്തെ ദിവസം 15.66 കോടി നേടിയെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഈ സിനിമ, ഇങ്ങനൊരു സിനിമ, വേറൊരു നടൻ, പലരും കുറ്റം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേറൊരു നടനാണ്, ഏത് താരമൂല്യമുള്ള നടൻ ഇങ്ങനൊരു സിനിമ ചെയ്താൽ ഇങ്ങനൊരു ഓപ്പണിംഗ് കിട്ടൂല. ഇതൊരു ലൂസിഫറോ എമ്പുരാനോ ഈ പറഞ്ഞ രാജമാണിക്കോ ഭീഷ്മപർവോ ഒക്കെ ആണെങ്കിൽ ആദ്യം ഒരു ഇനീഷ്യൽ പുള്ളിങ്ങനെയുള്ള സാധനം ഉണ്ടെന്ന് പറയാം. ഇതങ്ങനൊന്നുമില്ല, 2 താരങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഈ കിട്ടുന്ന പൈസ എല്ലാം മമ്മൂട്ടിക്ക് ലോട്ടറിയാണ്. അന്നേരം പരീക്ഷണാടിസ്ഥാനത്തിൽ ഗംഭീര സിനിമകൾ നിർമ്മിക്കുക എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ആശയം അല്ലെങ്കിൽ അയാളുടെ സ്വപ്നം, അയാൾക്ക് ഈ പറയുന്ന പോലെ ഭ്രാന്താണ്, അഭിനയത്തിനോടുള്ള ഭ്രാന്താണ്, അടങ്ങാത്ത ഭ്രാന്താണ്. അതിനി ജീവിതകാലം, അതായത് ശ്വാസം എന്ന് പറയുന്ന സിനിമയാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ശ്വാസം എന്ന് പറയുന്ന സിനിമയാണ്. സിനിമയല്ലാതെ ഒന്നുമില്ല. പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടമുള്ള സ്വപ്നം കാണുന്ന കഥാപാത്രങ്ങൾ ചെയ്യട്ടെ. അതിന് കിട്ടുന്ന അംഗീകാരങ്ങളായിട്ട് അദ്ദേഹത്തിന് സാമ്പത്തിക ഇഷ്ടം പോലെ ഇവരെ ഉണ്ടാക്കിയവരല്ലേ, സാമ്പത്തികത്തിനോടായിരിക്കത്തില്ല, കഥാപാത്രങ്ങളോട് അടങ്ങാത്ത ആർത്തിയാണ്, അഭിനയത്തോടുള്ള അടങ്ങാത്ത ആർത്തി തുടരും. ഇത് ഇനിയും തുടരും. അടുത്ത വർഷം കൊമേഴ്സ്യലായിട്ടുള്ള സിനിമകളും ഉണ്ടെന്നാണ് ഉള്ള അറിവ്. നല്ല ഗംഭീര കൊമേഴ്സ്യലായിട്ടുള്ള സിനിമകളും അതോടൊപ്പം അദ്ദേഹത്തിന് പരീക്ഷാടിസ്ഥാനത്തിലുള്ള സിനിമകൾ എപ്പോഴും ചെയ്യും. അത് 100% ഉറപ്പാണ്. എന്തായാലും കളങ്കാവൽ മികച്ച കാവലാകും.